ഞാനിപ്പോൾ ഫോർട്ട് കൊച്ചിയിലാണുള്ളത്. ഞാൻ താമസിക്കുന്ന ഹോം സ്റ്റേ റൂമാണ് ദൃശ്യത്തിൽ കാണുന്നത്. ഈ യാത്രയുടെ ലക്ഷ്യം ഈ വർഷത്തെ കൊച്ചിൻ ബിനാല കാണുക എന്നുള്ളതാണ്. ഇവിടത്തെ ഭിത്തിയിൽ ഫ്രെയിം ചെയ്ത് തൂക്കിയിരിക്കുന്ന ചിത്രങ്ങൾ ഞാൻ താമസിക്കുന്ന മുറിയിൽ നിന്നും വീടിന് പുറത്തേക്ക് ഇറങ്ങാനുള്ള വാതിൽ. ഇന്ന് രാവിലെ തന്നെ കണിയായി മയിലിനെ കാണാൻ പറ്റിയതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. ഈ മയിലുകൾ ഈ പ്രദേശത്തെ എല്ലാ വീടുകളിലും നല്ല സൗഹൃദം പുലർത്തുന്നവരാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. മിറ്റത്ത് കിടക്കുന്ന എൻ്റെ കാറിന് സമീപത്തോടെ നടന്നു നീങ്ങുന്ന മയിലിനെ നിരീക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചു. മയിലുകൾ വീടുകൾ സന്ദർശിക്കുമ്പോൾ അവർക്കാവശ്യമായ ഭക്ഷണം മുൻപേറായി വീട്ടുമുറ്റത്ത് ഇടാറുണ്ട് എന്നാണ് പിന്നീട് അറിയാൻ സാധിച്ചത്. ഞാൻ ദൃശ്യങ്ങൾ പകർത്തുന്നത് മയിലിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഞാനൊരു അപരിചിതൻ ആയതുകൊണ്ടായിരിക്കും എന്നോട് സൗഹൃദം പുലർത്താൻ മയിലുകൾ മടിച്ചത്. അടുത്ത വീടും ലക്ഷ്യമിട്ട് മയിലുകൾ യാത്രയായി.
ഞാൻ കിടക്കുന്ന മുറിയുടെ പുറകുവശമാണ്. ദൃശ്യത്തിൽ ദൂരെയായി കാണുന്നത് ഫുട്ബോൾ ഗ്രൗണ്ടും ബാസ്കറ്റ്ബോൾ കോർട്ടുമാണ്. എന്നെ കണ്ടതും നീലപ്പൊന്മാൻ പറന്നു കളഞ്ഞു. ദൂരെയായി ബാസ്കറ്റ്ബോൾ കോർട്ടിന് സമീപം പുല്ല് തിന്നുന്ന ആട്. നാട്ടിൻ പുറത്തെ തറവാട് വീടിനെയും പറമ്പിനെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ഹോം സ്റ്റേയിൽ നമുക്ക് ലഭിക്കുന്നത്. മാവ്, പ്ലാവ്, തെങ്ങ്, തേക്ക്, കമുക് എന്നീ വൃക്ഷങ്ങൾ ഈ പറമ്പിലുണ്ട്. അല്പം മുമ്പ് ഇവിടുന്ന് ഓടിപ്പോയ മയിലുകളുടെ തൂവലായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ നിൽക്കുന്നിടത്ത് തെങ്ങിന് മുകളിലായി ഓലയിലായി നിൽക്കുന്ന മറ്റൊരു മയിൽ. ഈ വീടിന് മുൻപിലായുള്ള ഒരു ചെറു ആമ്പൽക്കുളം. ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് മുറ്റത്തായി ഇരിക്കാനുള്ള പ്രത്യേകം ഇരിപ്പിടങ്ങളുണ്ട്. മരങ്ങൾ പോലെ തന്നെ നിരവധി പൂക്കളും ചെടികളും ഉള്ള സ്ഥലമാണ് ഇവിടം. അല്പം ദൂരെയായി തെങ്ങിന് മുകളിലായി ഇരിക്കുന്ന ആൺമയിൽ. വർഷങ്ങളായി ഊഞ്ഞാലിലാടണം എന്ന എൻ്റെ മനസ്സിലെ ആഗ്രഹം ഇവിടെ ആടിത്തീർക്കാൻ തീരുമാനിച്ചു. ഇവിടുന്ന് ലഭിക്കുന്ന കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം വേണം ബിനാലിൽ നടക്കുന്ന ആസ്പിൻ വാൾ ഹൗസിലോട്ട് പോകാനായിട്ട്. ഞാൻ കിടക്കുന്ന മുറിക്കുള്ളിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പുറത്തേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ആസ്പിൻ വാൾ ഹൗസിന്റെ മുൻപിലാണ്. കൊച്ചിൻ ബിനാലയുടെ മാപ്പ് തങ്ങളുടെ ഫോൺ ക്യാമറയിൽ പകർത്തുന്നതിന്റെ തിരക്കിലാണ് എല്ലാവരും. ഓൺലൈൻ ടിക്കറ്റ് എൻ്റെ കൈവശമുള്ളതിനാൽ ഞാൻ ആദ്യം തന്നെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ആളുകൾ ഉള്ളിലേക്ക് മെല്ലെ പ്രവേശിച്ചു തുടങ്ങി.
ബിനാലയുടെ ഇനോഗ്രേഷൻ ചടങ്ങുകൾ നടക്കുന്ന വേദി. ബോസ് കൃഷ്ണമാചാരി, സുബിജി റാവു എന്നിവരാണ് കൊച്ചിൻ ബിനാലയുടെ നടത്തിപ്പുകാർ. കോവിഡ്-19 ശേഷം നടക്കുന്ന ആദ്യ കൊച്ചിൻ ബിനാലയാണ് ഇത്. ബോസ് കൃഷ്ണമാചാരിയാണ് ബിനാല ഫൗണ്ടേഷന്റെ ഫൗണ്ടർ മെമ്പറും പ്രസിഡന്റും. ബാംബു കൊണ്ടുള്ള കലാരൂപം കുട്ടികളെ കൂടുതലായി ആകർഷിച്ചിട്ടുണ്ട് എന്ന് ഈ ദൃശ്യങ്ങൾ വഴി മനസ്സിലാക്കാൻ സാധിക്കും.